ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ആണ്, ചാപ്റ്റർ 1. അപ്പം ഇത് ഭയങ്കര വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററൊന്നുമല്ല, പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ എന്താ പറയുക സിമ്പിളായിട്ട് കിട്ടാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് എ റിലേഷൻ? നമ്മൾ +1 പഠിച്ചൊരു കാര്യമാണ് സെറ്റ്സ്, പിന്നെ ക്രോസ് പ്രൊഡക്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്താണ് ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, റിലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ലെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കുമല്ലോ. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യത്തിനേക്കാൾ ഉപരി മാത്തമാറ്റിക്സിൽ റിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്കറിയണം. അതിനു മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, അതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ്. ഈ ഒരു കാര്യം നമ്മൾ +1 ഒത്തിരി ചെയ്തതാണ്. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ലെങ്കിൽ അടുത്തൊരു ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കിത് മനസ്സിലാവും. നോക്കിയേ, എ എന്ന് പറഞ്ഞ ഒരു സെറ്റുണ്ട്, ബി എന്ന് പറഞ്ഞ മറ്റൊരു സെറ്റുണ്ട്. ഫൈൻഡ് എ ക്രോസ് ബി. നിങ്ങൾ ഒത്തിരി ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലേ? ഫസ്റ്റ് എലമെൻറ്റ് അടുത്ത എലമെൻറ്റിനോട്, ഫസ്റ്റ് എലമെൻറ്റ് അടുത്ത എലമെൻറ്റിനോട്, സെക്കൻഡ് എലമെൻറ്റ് ആദ്യത്തെ എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ് മൂന്നാമത്തെ എലമെൻറ്റ്, മൂന്നാമത്തത് വീണ്ടും ഇതുപോലെ തന്നെ. അങ്ങനെ എഴുതുന്ന സെറ്റിനെയാണ് നമ്മൾ എ ക്രോസ് ബി എന്ന് പറഞ്ഞിരുന്നത്. നമുക്കൊന്ന് എഴുതാം. 1A 1B 1C 2A 2B 2C 3A 3B 3C. ഓർമ്മയുണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബി ക്രോസ് എ എന്തായിരിക്കും? ബി ക്രോസ് എന്ന് പറഞ്ഞാൽ ബിയിലെ എലമെൻറ്റ്സ് ആദ്യം വരും, അത്ര മാത്രമേ ഉള്ളൂ. ബിയിലെ എലമെൻറ്റ്സ് ആദ്യം വരുമ്പോൾ എന്ത് വരും? A1 A2 A3. എന്താ വ്യത്യാസം നോക്കിയേ? 1A ഇവിടെ A1. കാര്യം പിടി കിട്ടിയല്ലോ. അങ്ങനെ ആകുമ്പം ഇതുപോലെ തന്നെ ഇവിടെയും വരും. ബി ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും മൊത്തം എയിൽ മൊത്തം 3 എലമെൻറ്റ്സ് ഉണ്ട്, ബിയിൽ മൊത്തം 3 എലമെൻറ്റ്സ് ഉണ്ട്. എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 9 എലമെൻറ്റ്സ് ഉണ്ട്. ശ്രദ്ധിച്ച് കാണുമല്ലോ. ബി ക്രോസ് എയിലും എത്ര എലമെൻറ്റ്സ് കാണും? 9 എലമെൻറ്റ്സ് കാണും. 9 എലമെൻറ്റ്സ് കാണും. ബേസിക് ആയിട്ടൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ സെറ്റ് എ ക്രോസ് ബിയും ബി ക്രോസ് എ ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സെറ്റ്. ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. എന്നാൽ ഏറ്റവും ചെറിയ സെറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫൈ അല്ലെങ്കിൽ എംറ്റി സെറ്റ്. പറഞ്ഞു പോവുകയാണ്. ലെറ്റ് എ ഈസ് ഈക്വൽ 1 2 3 4, ക്യാപിറ്റൽ ബി ഈസ് ഈക്വൽ 1 2 3 4 കുത്ത് 16. എന്താ കുത്ത് 16? കുറേ കുത്ത് 16 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്പർ ഇല്ല എന്നല്ല, അതിൻ്റെ ഇടയ്ക്ക് നമ്പറുണ്ട്. 4 5 6 7 8 9 10 11 12 15 16. ആ നമ്പറുകൾ എഴുതാനുള്ള മടി കൊണ്ട് എഴുതിയതാണ്. ഓക്കെ, ശരി. ഫൈൻഡ് എ ക്രോസ് ബി. പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഞാൻ കണ്ടുപിടിക്കാമാണേ. ഫൈൻഡ് എ ക്രോസ് ബി. എൻ്റെ കൂടെ കണ്ടുപിടിച്ചു. 1 1 1 2 1 3. ബാക്കി എനിക്ക് മടി കൊണ്ട് കുത്ത്. അവസാനത്തെ എന്ത് എലമെൻ്റ് ആയിരിക്കും? 116. ഓക്കെ, അടുത്തത് 2 1 2 2 2 3. അങ്ങനെ എത്ര എലമെൻ്റ് ഉണ്ട്? 216 വരെ. അങ്ങനെ ഈ 2 1 2 3 1 3 2 3 1 4 1 5 1 6 1 7 1 8 1. സോറി, ഒത്തിരി ഇല്ലല്ലോ, 4 വരെ ഉള്ളൂ, എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ അതേ വീണ്ടും 3 1 3 2 3 3. എവിടെ വരെ ഉണ്ട്? 316 വരെ. ബിയുടെ എലമെൻറ്റ് മൊത്തം 16 ആണേ. 4 1 4 2 4 3 അപ് ടിൽ എത്രയുണ്ട്? 416. ഇനി 5 ഉണ്ടോ? ഇല്ല. എ എന്ന് പറഞ്ഞ സെറ്റിൽ 4 വരെ ഉള്ളൂ, അപ്പോൾ 5 വേണ്ട. ഇതാണ് എ ക്രോസ് ബി. ഇനി നിങ്ങളോട് പറയുകയാണ്, ഈ എ ക്രോസ് ബി ഈ സെറ്റിനെയാണ് അമ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അമ്മ. കാരണം വെച്ചാൽ ഈ സെറ്റിൽ നിന്നാണ് നമ്മൾ അടുത്ത കുറച്ച് കാര്യങ്ങൾ കണ്ടീഷൻ വെച്ചിട്ട് എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയേ. ദ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് സച്ച് ദാറ്റ്, ST എന്ന് പറഞ്ഞാൽ സച്ച് ദാറ്റ് ആട്ടോ, സെക്കൻഡ് എലമെൻറ്റ് ഈ സ്ക്വയർ ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ്. ഉദാഹരണം തന്നിട്ടുണ്ട് 7 49 5 25 ഇതുപോലെയുള്ള നമ്പേഴ്സ്. സെക്കൻഡ് എലമെൻറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ്. അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നോക്കിയേ? 1 1. 1ൻ്റെ സ്ക്വയർ തന്നെയല്ലേ 1 1 1, ശരിയല്ലേ? അതിനെ 6 എന്ന് വിളിക്കുന്നു. ഓക്കെ, 1 1. ഓക്കെ, അടുത്തത് 2 എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ സ്ക്വയർ എത്രയാണ്? 4. അത് ഈ സെറ്റിലുണ്ടല്ലോ അല്ലേ? 2 4 ഇവിടെ വരത്തില്ലേ? 2 4 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഇവിടെ വരത്തില്ലേ? സോ 2 4 ഉണ്ട്. അടുത്തത് 3 എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ സ്ക്വയർ എത്രയാണ്? 9. 3 9 എന്ന് പറഞ്ഞത് ഇവിടെ വരത്തില്ലേ? വരും. 3യുടെ സ്ക്വയർ 3 9. പിന്നെയോ 4 16 ഇതിനകത്തില്ലേ? 4 16 ശരിയാണോ? 4 16 ഇവിടെ ഇല്ലേ? അതെ 4 16 കണ്ടോ? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള സെക്കൻഡ് എലമെൻറ്റ്. ഇതിന് വിളിക്കുന്ന പേരാണ് ഒരു റിലേഷൻ.
എന്ന് പറഞ്ഞാൽ അമ്മ സെറ്റിൽ നിന്ന് ഒരു ബന്ധമുള്ള ഒരു മകൻ വന്നിരിക്കുന്നു. ഓക്കെ, മകനല്ല മകൻ, സോറി. അമ്മ സെറ്റിൽ നിന്ന് ഒരു ബന്ധം, എന്താണ് മകൻ, ഒരു ചെറിയൊരു കണ്ടീഷൻ വെച്ചിട്ട്. എന്താ കണ്ടീഷൻ? സെക്കൻഡ് എലമെൻറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ് എന്നൊരു കണ്ടീഷൻ വെച്ച് ഒന്നാമത്തെ മകൻ ഉണ്ടായിരിക്കുന്നു. മകൻ 1. ഓക്കെ, എന്നാൽ മകൻ 2. ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് ദി സെക്കൻഡ് എലമെൻറ്റ് 6. ഫസ്റ്റ് എലമെൻറ്റ് സ്ക്വയർ ഓഫ് ദി സെക്കൻഡ് എലമെൻറ്റ് 1 1, ശരിയല്ലേ? പിന്നെ ഏതാ ഉള്ളത്? 2 സ്ക്വയറായിട്ട് വരുന്ന ഏതെങ്കിലും നമ്പർ അപ്പുറത്തുണ്ടോ? ഇല്ല. 3 സ്ക്വയറായിട്ട് വരുന്ന ഏതെങ്കിലും നമ്പർ അപ്പുറത്തുണ്ടോ? ഇല്ല. 4 സ്ക്വയറായിട്ട് വരുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ അപ്പുറത്ത്. ഏതാ? 4 2 ഇല്ലേ? ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ദ സ്ക്വയർ ഓഫ് ദി സെക്കൻഡ് എലമെൻറ്റ്. മകൻ 2. ഓക്കെ, ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ മകൻ 2 അമ്മ സെറ്റിൽ നിന്ന്, ഈ അമ്മ സെറ്റിൽ നിന്ന് നമ്മൾ ചീകിയെടുത്ത കണ്ടീഷൻ വെച്ച് എഴുതിയ മകൻ 2, അതും ഒരു റിലേഷനാണ്. അടുത്തൊരെണ്ണം. ഓക്കെ, സച്ച് ദാറ്റ് സെക്കൻഡ് എലമെൻറ്റ് ഈസ് ദ ക്യൂബ് ഓഫ് ദി ഫസ്റ്റ് എലമെൻറ്റ്. പെട്ടെന്ന് പറയാം. 1ൻ്റെ ക്യൂബ് 1 തന്നെ. പിന്നെ ഫസ്റ്റ് സെറ്റ് 2, 2ൻ്റെ ക്യൂബ് 8. അതുകൊണ്ട് 2 8 ഉണ്ട്. ഇവിടെ 2 8 ഉണ്ടാവും. 3യുടെ ക്യൂബ് എത്ര? 27. പ്രശ്നക്കാരനാ. കാരണം എന്നാ? 327 എന്ന് ഇവിടെ 316 വരെ ഉള്ളൂ. 327 ഉണ്ടോ? ഇല്ല. അപ്പോൾ 327 നമുക്ക് എഴുതാൻ പറ്റത്തില്ല. 3 എഴുതാൻ പറ്റത്തുള്ളൂ. മകൻ 3. കാര്യം മനസ്സിലായോ? അമ്മയിൽ നിന്ന് ഉണ്ടായ മകൻ, അമ്മയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മകൻ. ഓക്കെ, ദ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് സച്ച് ദാറ്റ് സെക്കൻഡ് എലമെൻറ്റ് ഈസ് ട്വൈസ് ദ ഫസ്റ്റ് എലമെൻറ്റ്. ഒത്തിരി കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. R ഈസ് ഈക്വൽ ടു 1 2 ഫസ്റ്റിൻ്റെ ഡബിൾ സെക്കൻഡ്, 2 4 പറ്റും, 3 6 4 8 കഴിഞ്ഞല്ലേ? വേറെ ഏതെങ്കിലുണ്ടോ? ഇല്ല. ഇത്ര എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. 1 2 2 4 3 6 4 8. കാര്യം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കമ്പാനെ, ഈച്ച് ഓഫ് ദീസ് ആർ കോൾഡ് എ റിലേഷൻ ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനാണ് നമ്മൾ പറയുന്നത്. എ ക്രോസ് ബിയിൽ എന്ന അമ്മ സെറ്റിൽ നിന്ന് നമ്മൾ ഓരോ ബന്ധങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കിയ റിലേഷൻ. ദിസ് ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ദിസ് ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ. എയിൽ നിന്ന് ബിയിലെ റിലേഷൻ ഏതാ? അതിൻ്റെ അമ്മ സെറ്റ് ഏതാ? എ ക്രോസ് ബിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. കാര്യം ഏകദേശം പിടികിട്ടുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. നമുക്ക് നേരെ അടുത്തതിലേക്ക് പോകാം. അതിനെ റെപ്രസെൻ്റ് ചെയ്തത് ഈ R ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നിങ്ങളൊരു 3 റിലേഷൻ ഡിഫൈൻ ചെയ്തേ. ഒന്ന് ആലോചിച്ചേ. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടൊരു 3 റിലേഷൻ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് ആദ്യത്തിൻ്റെ സ്ക്വയർ, ആദ്യത്തത് രണ്ടാമത്തതിൻ്റെ സ്ക്വയർ. ഒരു ഉദാഹരണമാണ് ഞാൻ പറയാം. ആദ്യത്തതും രണ്ടാമത്തെ എലമെൻറ്റും സെയിം ആയിട്ടുള്ളത്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എലമെൻ്റ് ആർ സെയിം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് ആർ സെയിം എന്ന് പറഞ്ഞാൽ ഇത് വരും. ആ റിലേഷനിൽ എന്തൊക്കെ വരും? 1 1 2 2 3 3 4 4. ശരിയല്ലേ? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എലമെൻ്റ് ആർ സെയിം. ഇനി അടുത്തത് ഫസ്റ്റും സെക്കൻഡ് എലമെൻറ്റും കൂടെയും കൂട്ടുമ്പോൾ 10 വരുന്ന എലമെൻറ്റ്സ്. രണ്ടാമത്തെ റിലേഷൻ ഫസ്റ്റും സെക്കൻഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10. നിങ്ങൾ എഴുതിക്കോണം കേട്ടോ വൃത്തിയായിട്ട്. അങ്ങനെയുള്ള റിലേഷൻസ് ഏതൊക്കെയാണ്? നമുക്കറിയാം. 1 9 10 വരും. പിന്നെ 2 8 10 വരും. പിന്നെ 3 7 10 വരും. 4 6 10 വരും. ഇതെല്ലാം ആ എ ക്രോസ് ബി എന്ന് പറയാം. ഇതെല്ലാം ഞാൻ എ ക്രോസ് ബിയെ ആധാരമാക്കി എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ നേരത്തെ തന്ന ക്വസ്റ്റ്യൻ ശരിയല്ലേ? 10 വരത്തില്ലേ? അപ്പം ഇതും ഒരു റിലേഷനാണ്. ഇതുപോലെ നിങ്ങളൊരു റിലേഷൻ കൂടെ ഹോംവർക്കായിട്ട് ചെയ്യണം. നമ്മൾ നേരെ പോകുന്നത് അടുത്ത സെക്ഷനിലേക്ക്. ഫൈൻഡ് എ ക്രോസ് ബി വെയർ എ ഈസ് ഈക്വൽ 1 2 3 ബി ഈസ് ഈക്വൽ 3 4. ഇതിനൊരു അന്ത്യമില്ലേ? ആദ്യമേ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് എ ക്രോസ് ബി. അതാദ്യം ചെയ്തേക്കാം. മിണ്ടാതെ എ ക്രോസ് ബി കണ്ടുപിടിക്കാം. 1 3 1 3 1 4 1 5. ഓക്കെ, 2 3 2 4 2 5. ഓക്കെ, 3 3 3 4 3 5. നമ്മൾ എ ക്രോസ് ബി കണ്ടുപിടിച്ചു. Define a relation R from A to B such that both the first and second elements are integers. ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും ഇൻറ്റിജേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് 1 3
ഇൻറ്റിജറാണ്. ഓക്കെ, 14 ഇൻറ്റിജറാണ്, 15 ഇൻറ്റിജറാണ്, 23 ഇൻറ്റിജറാണ്, 24 ഇൻറ്റിജറാണ്, 25 ഇൻറ്റിജറാണ് അല്ലേ, 33 ഇൻറ്റിജറാണ്, 34 ഇൻറ്റിജറാണ്, 35 ഇൻറ്റിജറാണ്. എന്താ പറ്റിയേ? എ ക്രോസ് ബിയും ആറും സെയിം ആയിട്ട് കിട്ടി. എ ക്രോസ് ബിയും ആറും സെയിം ആയിട്ട് കിട്ടി. ഇങ്ങനെയുള്ള റിലേഷന് ഒരു പേരുണ്ട്. അതിനെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ യൂണിവേഴ്സൽ സെറ്റിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയേ, ഫൈൻഡ് എ ക്രോസ് ബി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ, എ ക്രോസ് ബി കണ്ടുപിടിച്ചു. അതിൽ നോക്കിയാൽ മതി. ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ സെറ്റ് ബോത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എലമെന്റ്സ് ആർ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? ആദ്യത്തെ നെഗറ്റീവ് ഇല്ല, രണ്ടാമത്തെ നെഗറ്റീവ് ഇല്ല, 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, ഒന്നിലും നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ എഴുതും? യെസ്, നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഒന്നുമില്ല എന്നുള്ളതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം? 5. ഇതിനെ വിളിക്കുന്ന പേരെണ്ണ എംപ്റ്റി സെറ്റ്. ദിസ് ഈസ് കോൾഡ് ആൻ എംപ്റ്റി സെറ്റ്. ശരിയല്ലേ? അപ്പോൾ ഇതിനെ വിളിക്കുന്ന റിലേഷനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ റിലേഷനെ വിളിക്കുന്നതാണ് എംപ്റ്റി റിലേഷൻ. ആറ് നമ്മൾ എടുക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല, ഒരു ബന്ധവും കിട്ടുന്നില്ല. അമ്മയും മോനും തമ്മിൽ ഒരു ബന്ധവും നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ബന്ധത്തിനെ വിളിക്കുന്നതാണ് എംപ്റ്റി റിലേഷൻ. കാര്യം പിടികിട്ടി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഇൻ എ യൂണിവേഴ്സൽ റിലേഷൻ ഈസ് ഓൾവേസ് ദി ലാർജസ്റ്റ് റിലേഷൻ ഓൺ എ സെറ്റ്. എ ക്രോസ് ബിയിലെ ലാർജസ്റ്റ് റിലേഷനാണ് യൂണിവേഴ്സൽ റിലേഷൻ. എംപ്റ്റി സെറ്റ് ഈസ് ദ സ്മോളസ്റ്റ് റിലേഷൻ ഓൺ എ സെറ്റ്. 5 ഈസ് ദ സ്മോളസ്റ്റ് റിലേഷൻ ഓൺ എ സെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് +1 ഓർത്തെടുക്കേണ്ടത്. +1 നിന്ന് ചീകിയെടുത്ത് നമ്മൾ +2 പോവുകയാണ്. ഓക്കെ, വെൽക്കം ടു +2. എ ടു ബി അല്ലാതെ എ ടു എ തന്നെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ മുഖത്തെ ഭാവം എനിക്കിപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത്. എ ടു ബി അല്ലാതെ എ ടു എ തന്നെ റിലേഷൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും റിലേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എ ക്രോസ് ബി കണ്ടുപിടിക്കുന്നതിന് പകരം എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമുക്ക് എ ക്രോസ് എ കണ്ടുപിടിച്ചാൽ മതി. എ എന്ന് പറയുന്നത് 1 2 3 4 ആണെങ്കിൽ എ ക്രോസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 2 3 4 × 1 2 3 4 അല്ലേ? എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 2 3 4 × 1 2 3 4. ആ ഓരോ എലമെൻസിനെ എടുക്കേണ്ടി വരും. 1 2 3 4. അപ്പോൾ എന്താവും? 1 1 1 2 1 3 1 4 2 1 2 2 2 3 2 4 3 1 3 2 3 3 3 4 4 1 4 2 4 3 4 4. ഓക്കെ, അതാണ് നമ്മളുടെ അമ്മ സെറ്റ്. നമ്മൾ +2 പറയാൻ പോകുന്ന ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്ന റിലേഷൻ ഫങ്ഷൻസിൻ്റെ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പറയാൻ പോകുന്ന വാക്കാണ് റിലേഷൻ ഓൺ എ അല്ലെ റിലേഷൻ ഇൻ എ. ഇതിൻ്റെ അർത്ഥം റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു എ ക്രോസ് എ. എ ക്രോസ് എയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അമ്മ സെറ്റ് എ ക്രോസ് എ ആണ്. ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, നേരെ ചോദ്യത്തിലേക്ക് പോയേക്കാം. എ എന്ന് പറയുന്നത് 1 2 3 4 ആണ്. റിലേഷൻ ഇവിടെ അവർ പറയുന്നുണ്ട്, ഞാനത് കുത്തിവരച്ചതിനിടയ്ക്ക് പോയതാണ്. റിലേഷൻ അവർ പറയുന്നുണ്ട് എന്താണ്? സച്ച് ദാറ്റ് ദ ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ഈവൻ ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് ഈസ് പ്രൈം. 1 2 3 4 ഫസ്റ്റ് എലമെൻറ്റ് ഈസ് ഈവൻ. ഫസ്റ്റ് എലമെൻറ്റ് ഈവൻ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 4 2 4. സെക്കൻഡ് എലമെൻറ്റ് ഈസ് പ്രൈം. പ്രൈം വരുന്നത് 1 പ്രൈമാണോ? 1 പ്രൈമാണോ? അല്ല, ഏറ്റവും ചെറിയതും ഏറ്റവും ആദ്യത്തുമായ പ്രൈം നമ്പർ 2 ആണ്. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ 2 ആണ്. അപ്പം ഫസ്റ്റ് ഈവൻ സെക്കൻഡ് പ്രൈം 4 2 വരും, 2 2 വരും. ഇനി അടുത്ത തന്നെ ഫസ്റ്റ് ഈവൻ സെക്കൻഡ് ഈസ് പ്രൈം. ഒരു പ്രൈമുകളുണ്ടല്ലോ 3. അപ്പോൾ എന്ത് വരാം? 2 3 വരാൻ പറ്റും, 4 3 വരാൻ പറ്റും. കണ്ടീഷൻ എല്ലാം ശരിയാണോ എന്ന് നോക്കിയേ. ഫസ്റ്റ് ഈസ് ഈവൻ. ഓക്കെ, സെക്കൻഡ് ഈസ് പ്രൈം. ദേ പ്രൈം. ഓക്കെ, കണ്ടീഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ദിസ് ഈസ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ് എ. ഓൺ എ എന്ന് പറഞ്ഞാൽ എ ക്രോസ് എ ആണ് അമ്മ സെറ്റ്. അടുത്ത ചോദ്യം വലിച്ചു നീട്ടുന്നില്ല. ഡിഫൈൻ എ റിലേഷൻ ഓൺ എ സെറ്റ് എ. ഓക്കെ, 1 2 3 4 സച്ച് ദാറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എലമെൻറ്റ്സ് ആർ ദ സെയിം. അപ്പോൾ ഈ അമ്മ സെറ്റിൽ നിന്ന് ഫസ്റ്റ് ആൻഡ് എലമെൻറ്റ്സ് സെയിം ആകുന്നത് 1 1 2 2 3 3 4 4. ശരിയല്ലേ? എ ക്രോസ് എ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 1 1 2 2 3 3 4 4 എന്ന് കിട്ടും. ഓക്കെ, ശരിയാണ്. ഇതേ കിടക്കുന്നു 1 1 2 3. ഇവിടെ എയിലെ ഓരോ എലമെൻറ്റ്സും 1 2 3 4 എന്ന റിലേഷനിൽ ആറിൽ 1 1 2 2 3 3 4 4 എന്ന രൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു.
അല്ലേ? എയിൽ 1 2 3 4 ആണുള്ളത്. റിലേഷനകത്തുള്ള എന്നൊക്കെയാണ് 1 1 2 2 3 3 4 4 എന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിനും ഡ്യൂപ്ലെറ്റ്സ് ഉണ്ട്. ഡ്യൂപ്ലെറ്റ്സ് ഇരട്ടകൾ 1 1 2 2 3 3 4 4. ഇതുപോലെയുള്ള റിലേഷന് നമ്മളൊരു പേര് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എ റിഫ്ലെക്സീവ് റിലേഷൻ. ഇറ്റ് ഈസ് കോൾഡ് എ റിഫ്ലെക്സീവ് റിലേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് +2ലേക്ക് കയറി കേട്ടോ. എന്താണ് ഒരു റിഫ്ലെക്സീവ് റിലേഷൻ, എന്തല്ല ഒരു റിഫ്ലെക്സീവ് റിലേഷൻ എന്നാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്ത് ഒരു സെക്കൻഡ് ഒന്ന് ബ്രേക്ക് എടുത്തോ, അതിനുശേഷം തിരിച്ചു വന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 4 അങ്ങനെയാണെങ്കിൽ റിലേഷനകത്ത് 1 1ഉം 2 2ഉം 4 4ഉം മസ്റ്റായിട്ടുണ്ടായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. റിഫ്ലെക്സീവ് റിലേഷൻ. ഇവിടെ അതുണ്ട് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 4 4 ഉണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകൾ സൂക്ഷിച്ച് കേൾക്കണം. 1ഉം 2ഉം 4ഉം ഉണ്ട് എ എന്ന് പറഞ്ഞ സെറ്റിൽ. അങ്ങനെയാണെങ്കിൽ റിലേഷനകത്ത് 1 1ഉം 2 2ഉം 4 4ഉം മസ്റ്റായിട്ടുണ്ടായിരിക്കണം. മസ്റ്റ്. ഓക്കെ, അടുത്ത നോക്കിക്കേ. എ എന്ന് പറഞ്ഞ സെറ്റിൽ 2AC. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറഞ്ഞ സെറ്റിൽ ആർ എന്ന് പറഞ്ഞ റിലേഷനിൽ മസ്റ്റായിട്ടുണ്ടായിരിക്കണം 2 2 AACC. ഉണ്ടോ? ഉണ്ട്. സോ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്നതും ഇറ്റ് ഈസ് റിഫ്ലെക്സീവ് എന്ന് എഴുതുന്നതും രണ്ടും സെയിം ആണ്. അടുത്ത നോക്കിക്കേ, നല്ലൊരു ഉദാഹരണം. XYZ സിക്കകത്ത്. അങ്ങനെയാണെങ്കിൽ ആറിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? XX YY ZZ ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? കാരണം XXും YY ഉണ്ട്. പോരാ, കുഴപ്പമുണ്ട്. സി എന്ന് പറഞ്ഞ സെറ്റിൽ എക്സും വൈയും ഇസഡും ഉണ്ടെങ്കിൽ, എ എന്ന് പറഞ്ഞ സെറ്റ് അതാ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും XX YYയും ഇസഡും ഉണ്ടായിരിക്കണം. ഇസഡ് എലമെൻ്റ് ഓഫ് ആർ അല്ല എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. കാര്യം പിടികിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇസഡ് ആറിൻ്റെ ആറെന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ അല്ല കേട്ടോ. ആറെന്ന് പറഞ്ഞാൽ റിലേഷൻ്റെ ഭാഗമല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഓക്കെ, അപ്പോൾ ജനറലായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ജനറലായിട്ട് ഇതാ സുരേഷ് ഗോപി പറയുന്നു. എന്താ? ഇഫ് എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എ ദെൻ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഇറ്റ് ഈസ് കോൾഡ് റിഫ്ലെക്സീവ്. എ എന്ന് പറഞ്ഞ എലമെൻറ്റ്, ഓക്കെ, എ എന്ന് പറഞ്ഞ എലമെൻറ്റ് ക്യാപിറ്റൽ എയിലുണ്ടെങ്കിൽ, എ എന്ന് പറഞ്ഞ എലമെൻറ്റ് ക്യാപിറ്റൽ എയിലുണ്ടെങ്കിൽ ദെൻ എ എന്ന് പറഞ്ഞ എലമെൻറ്റ് 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് ക്യാപിറ്റൽ എയിലുണ്ടെങ്കിൽ, ഏഴ് ഭാഗമാണെങ്കിൽ തീർച്ചയായും 1 1 എന്ന് പറഞ്ഞത് റിലേഷനകത്തുണ്ടായിരിക്കണം. എങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്കൊരു സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, റിഫ്ലെക്സീവിൻ്റെ കാര്യം ഇപ്പം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും കേട്ട് നോക്കുക, മനസ്സിലായില്ലെങ്കിൽ വളരെ എളുപ്പമാണ്. നൗ ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ സെറ്റ് എ 1 2 3 4 5 സച്ച് ദാറ്റ് ഇഫ് XY ഈസ് പ്രസൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, if XY is present in R then YX is also present in R. If XY is present in R then YX is also present in R എന്ന് പറഞ്ഞാൽ റിലേഷനകത്ത് ഇപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 1 2 3 4 5 1 1 2 2 3 4 5 4 4 5 5 ഉണ്ടെങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ 1 2 ഇതിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് 2 1 ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ റിലേഷനകത്ത് 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടായിരിക്കണം. റിലേഷനകത്ത് 3 2 ഉണ്ടെങ്കിൽ അതിനകത്ത് 2 3 ഉണ്ടായിരിക്കണം. നേരെ തിരിച്ച് റിലേഷനകത്ത് 4 2 ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ 2 4 ഉണ്ടായിരിക്കണം. റിലേഷനകത്ത് 3 5 ഇല്ല എങ്കിൽ 5 3 ഉണ്ടോ എന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഈ ടൈപ്പ് റിലേഷൻസിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക് റിലേഷൻ. ഓക്കെ, ഈ ടൈപ്പ് റിലേഷൻസിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക് റിലേഷൻ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കി നമുക്കിത് ക്ലിയർ ചെയ്തേക്കാം. എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 2 3 4 ആണുള്ളത്. ഓക്കെ, റിഫ്ലെക്സീവ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം 1 1 2 2 3 4 4 ആണ്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ അവിടെ വെച്ചേക്കുക. ഇപ്പം നമ്മൾ സിമെട്രിക്കിനെ പറ്റി സംസാരിക്കുന്നത്. ഇത് നോക്കിയേ, ആർ എന്ന് പറഞ്ഞ സെറ്റിൽ, സൂക്ഷിച്ച് കേട്ടോണേ, ആർ എന്ന് പറഞ്ഞ സെറ്റിൽ, ആർ എന്ന് പറഞ്ഞ റിലേഷനകത്ത് 1 2 ഉണ്ട്. ഓക്കെ, എങ്കിൽ മസ്റ്റായിട്ട് അതിലെന്തുണ്ടായിരിക്കണം? 2 1 ഉണ്ടായിരിക്കണം. ഉണ്ട്, കുഴപ്പമില്ല. ആർ എന്ന് പറഞ്ഞ റിലേഷനിൽ ദൗർഭാഗ്യവശാൽ 2 3 ഉണ്ട്. എങ്കിൽ മസ്റ്റായിട്ട് എന്തുണ്ടായിരിക്കണം? 3 2 ഉണ്ടായിരിക്കണം. ഇപ്പം 2 3 ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ 3 2 ഉണ്ടോ എന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ 2 3 എഴുതിപ്പോയി, അതുകൊണ്ട് 3 2 ഉണ്ടായിരിക്കണം. റിഫ്ലെക്സീവായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ഇനി നോക്കിയേ, എക്സാമ്പിൾ. ഇത് എന്താണ്? റിഫ്ലെക്സീവ് ആണ് കേട്ടോ. സിമെട്രിക് ആണ് കേട്ടോ. സിമെട്രിക്. അടുത്ത നോക്കിയേ,
എ എന്ന് പറഞ്ഞ സെറ്റ് ഈ സെയിം 1 2 3 4ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 1 2 ഉണ്ട്, അപ്പോൾ 2 1 ഉണ്ടായിരിക്കണം, ഉണ്ട്. 3 4 ഉണ്ട്, അപ്പോൾ 4 3 ഉണ്ടായിരിക്കണം, ഓക്കെ. 1 4 ഉണ്ട്, അപ്പോൾ 4 1 ഉണ്ടായിരിക്കണം, ഓക്കെ. പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് സിമെട്രിക്, കുഴപ്പമൊന്നുമില്ല, ഓക്കെ അല്ലേ? എന്നാൽ എപ്പോഴാണ് കുഴപ്പം വരുന്നത്? ഇവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 2 3 4 1 5 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 5 1 ഉണ്ടായിരിക്കണം, ഉണ്ട്. 2 3 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 3 2 ഉണ്ടായിരിക്കണം. സിമെട്രിക് അല്ലേ? അല്ല, ഇത് സിമെട്രിക് അല്ല. കാരണം എന്താ? ഞാൻ ആ മഞ്ഞ വട്ടത്തിനകത്ത് ഇട്ടിരിക്കുന്ന നോക്കിയേ. 1 5 5 1 5 എന്ന് പറഞ്ഞൊരു എലമെൻ്റ് എക്കകത്തുണ്ടോ? ഇല്ല. 5 എന്ന് പറഞ്ഞ എക്കകത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ആകാശത്ത് നിന്ന് എടുത്തോ 5? മനസ്സിലായോ? അപ്പോൾ 5 എന്ന് പറഞ്ഞൊരു എലമെൻ്റ് എക്കകത്തില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ തെറ്റാണ്. അപ്പോൾ ഇത് എന്താവത്തില്ല? ഇത് സിമെട്രിക് ആവത്തില്ല. നോട്ട് സിമെട്രിക്. കാരണം എന്താ? ബിക്കോസ് 5 ഈസ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ എന്ന് പറയുന്നത് ABCD, ഓക്കെ. അപ്പോൾ റിലേഷനകത്തോട്ട് ഞാൻ എ ബി കൊണ്ടിട്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് എന്തുണ്ടാകണം? BA ഉണ്ടാകണം. ഉണ്ടോ? അതേ കിടക്കണം, BA. റിലേഷനകത്തോട്ട് ഞാൻ BC കൊണ്ടിട്ട്, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് എന്തുണ്ടാകണം? BC കൊണ്ടിട്ടെങ്കിൽ എന്തുണ്ടാകണം? CB ഉണ്ടായിരിക്കണം. ഇതാണ്, ഓക്കെ അല്ലേ? റിലേഷനകത്തോട്ട് ഞാൻ എന്തുകൊണ്ടിട്ട്? CD കൊണ്ടിട്ട്, എങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് എന്തുണ്ടാകണം? DC ഉണ്ടോ? ഇല്ല, DC ഇല്ല. DC ഈസ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് R, അല്ലേ? CD എന്ന് പറയുന്നത് എലമെൻ്റ് ഓഫ് R ആണ്. ബട്ട് എന്തില്ല? DC ഈസ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് R. സോ ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഓക്കെ, കാര്യം കിട്ടി? ലെറ്റ്സ് ഗോ. ദിസ് ടൈപ്പ് ഓഫ് റിലേഷൻ ഈസ് കോൾഡ് എ സിമെട്രിക് റിലേഷൻ. മലയാളത്തിൽ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവാനാണെങ്കിൽ ഇത്ര തന്നെ. AB ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും BA ഉണ്ടാവണം. AB ഇല്ലെങ്കിൽ BA ഉണ്ടോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. AB ഇല്ലെങ്കിൽ പിന്നെ BA ഉണ്ടോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാര്യം പിടികിട്ടിയോ? അപ്പോൾ ഇൻ ജനറൽ എന്ത് പറയാൻ പറ്റും? AB ഈസ് ആൻ എലമെൻ്റ് ഓഫ് R. വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് AB ഈസ് ആൻ ഉണ്ടെങ്കിൽ, if AB ഈസ് ആൻ എലമെൻ്റ് ഓഫ് R, then BA should be an element of R. It is called symmetric. BA ഇല്ലെങ്കിൽ അത് സിമെട്രിക് അല്ല. ഓക്കെ, അടുത്തത് നോക്കിയേ. എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 2 3 4 5 6 7 8 9 റിലേഷൻ എഴുതിയിട്ടുണ്ട്, എങ്ങും പോകണ്ട. ഈസ് ദ റിലേഷൻ റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക്? പെട്ടെന്ന് ഒന്ന് ഈ റിലേഷൻ റിഫ്ലെക്സീവ് സിമെട്രിക് ആണോ? ഇത് നോക്കിയോ. 1 ഉണ്ട്, 2 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും 1 1 ഉണ്ടായിരിക്കണം, ഉണ്ട്. 2 2 ഉണ്ടായിരിക്കണം, ഉണ്ട്. 3 3 ഉണ്ടായിരിക്കണം, 7 7 ഉണ്ടായിരിക്കണം, ഉണ്ട്. 8 8 ഉണ്ടായിരിക്കണം, ഉണ്ട്. 9 9 ഉണ്ടായിരിക്കണം, ഉണ്ടോ? ഇല്ല. എങ്ങനെ എഴുതാം? 9 9 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് R. സോ നോട്ട് റിഫ്ലെക്സീവ്. ഇങ്ങനെ തന്നെ എഴുതണം. ഇതാണ് മാത്തമാറ്റിക്കൽ റൈറ്റിംഗ്. ഇങ്ങനെ തന്നെ എഴുതിയാലേ ഉള്ളൂ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്തത് നോക്കിയേ. സിമെട്രിക്കിൻ്റെ 2 7 ഉണ്ട്. 2 7 ഉണ്ട്. ദൗർഭാഗ്യവശാൽ 2 7 ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? 7 2 ഉണ്ടായിരിക്കണം, ഉണ്ട്. 7 8 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടായിരിക്കണം? 8 7 ഉണ്ടായിരിക്കണം, ഉണ്ട്. അടുത്തത് വേറെ എന്തെങ്കിലും ഉണ്ടോ? 1 1 അതിനാണെങ്കിൽ 1 1 തന്നെ, അത് തന്നെ ഉണ്ടല്ലോ. 2 2 2 2 8 8 തിരിച്ചിട്ടാൽ 8 8 ഉണ്ടല്ലോ. 7 7 ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് സിമെട്രിക്. അപ്പം നിങ്ങൾ എന്നെ എഴുതി വെക്കാൻ പോകുന്നത്? ഇറ്റ് ഈസ് സിമെട്രിക് എന്ന് എഴുതി വെക്കുമോ? അല്ല, മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എഴുതണം. എന്താണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ സിമെട്രിക്കിൻ്റെ? ഇഫ് AB ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R, ദെൻ BA ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R. സോ ഇറ്റ് ഈസ് സിമെട്രിക്. അങ്ങനെ എഴുതണം. ഇഫ് AB ഈസ് ആൻ എലമെൻറ്റ് ഓഫ് R, BA is also an element of R, implies it is symmetric. It is symmetric. കാര്യം പിടികിട്ടിയോ? ഇറ്റ് ഈസ് സിമെട്രിക്. മൂവിങ് ഓൺ. അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യം ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ട്രാൻസിറ്റീവിൻ്റെ പ്രോപ്പർട്ടി പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മെട്രിസസിലേക്ക് പോകുന്നു. മെട്രിസസിൽ 2 മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ ഓർഡർ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാനൊരു മെത്തേഡ് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2 x 3യും ബിയുടെ മെട്രിക്സിൻ്റെ ഓർഡർ 3 x 2 ആണെങ്കിൽ AB കണ്ടുപിടിക്കുമ്പം ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? നമുക്കറിയാം ഈ 3യും കൂടെ പോയിട്ട് ബാക്കിയുള്ളതായിരിക്കും ഓർഡർ. AB എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 2 x 2 ആയിരിക്കും,
അല്ലേ? ബി എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണെങ്കിലോ, ബി എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണല്ലോ, ബിയുടെ മെട്രിക്സ് തീരുന്നത് ഏതിലാണ്? 2-ലാണ്. എയുടെ മെട്രിക്സ് തുടങ്ങുന്ന ഏതിലാണ്? 2-ലാണ്. അത് രണ്ടും പോയതിന് ശേഷം നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3x3 ആയിരിക്കും. ഈ സെയിം മെത്തഡാണ് ട്രാൻസിറ്റിവിറ്റിക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. എ എന്ന് പറഞ്ഞ ഒരു സെറ്റുണ്ട്. ആ സെറ്റിലെ എലമെൻറ്റ്സ് 1 2 3 4. ഓക്കെ, അതിലൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് 1 2 2 3 1 3. ഓക്കെ, ഇതൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിപ്പം റിഫ്ലെക്സീവോ സിമെട്രിക്കോ ആണോ എന്നുള്ള കാര്യം ഞാൻ മാറ്റി വെച്ചേക്കുക, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ഓക്കെ, 1 2 2-ൽ തീരുന്നു. 2-ൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടോ? 2 തന്നെ ഉണ്ട്. അപ്പോൾ ആ 2 ആയിട്ട് ജോയിൻ ചെയ്ത് കിട്ടുന്ന എലമെൻ്റ് ഏതായിരിക്കും? നമ്മൾ മെട്രിക്സിനകത്ത് പറഞ്ഞ പോലെ 1 3. ആ 1 3 എന്ന് പറഞ്ഞ എലമെൻറ്റും അതിനകത്തുണ്ടോ? 1 2 2 3 ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെൻറ്റ് 1 3, അതും ആ സെയിം റിലേഷനകത്തുണ്ട്. ഈ ടൈപ്പ് റിലേഷനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. ബാക്കി നോക്കാം. 2 3 3-ൽ തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി നോക്കേണ്ട ആവശ്യമില്ല. 1 3 3 തുടങ്ങുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അതിനെപ്പറ്റി നോക്കേണ്ട ആവശ്യമില്ല. സോ ദിസ് കൈൻഡ് ഓഫ് റിലേഷൻ ഈസ് കോൾഡ്, ഇറ്റ് ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. ഒരു ചെറിയൊരു പുക നിങ്ങളുടെ മനസ്സിൽ ബാക്കിയുണ്ടായിരിക്കും. ആ പുക ഞാനിപ്പം അയച്ചു തരാം. 2-3 ചോദ്യങ്ങളോട്. ഇഫ് എ ഈസ് ഈക്വൽ ടു 1 2 3 4, എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 4 ആണ്. റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് 1 2 2 1 3 4 4 3. ഇത് നമുക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഓക്കെ, 1 2 2 1. ഓക്കെ, ഇത് 2-ൽ തീരുന്നു, ഇത് 2-ൽ തീരുന്നു, ഇത് 2-ൽ തുടങ്ങുന്നു. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പം കിട്ടുന്ന എലമെൻ്റ് ഏതായിരിക്കും? 1 1 ആയിരിക്കും അല്ലേ? ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന 1 1 എന്ന എലമെൻ്റ് ആയിരിക്കും. ആ 1 1 എന്ന് പറഞ്ഞ എലമെൻ്റ് R-നകത്തുണ്ടോ? ഇല്ല. വേറെ ഒരു ഈ ഒരൊറ്റ ഉദാഹരണം മതി നമുക്കത് ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ. പക്ഷേ എന്നാലും ഒരു ഉദാഹരണം കൂടെ പറയാൻ പറ്റും. 3 4 എന്ന് പറഞ്ഞ എലമെൻറ്റ്, അടുത്ത എലമെൻറ്റ് 4 3. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്നായിരിക്കും? 3 3 എന്ന് പറഞ്ഞൊരു എലമെൻ്റ് ആയിരിക്കും. ആ 3 3 എന്ന് പറഞ്ഞ സാധനം ഈ റിലേഷനകത്തുണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് സ്പെസിഫിക്, ഒരെണ്ണം തീരുന്നു ഒരെണ്ണം തുടങ്ങുന്നു ആയിട്ടുള്ള 2 എലമെൻറ്റ്സിനെ ജോയിൻ ചെയ്യുന്നു. അപ്പം അത് കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എലമെൻറ്റും ആ സെയിം റിലേഷനകത്തുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസിറ്റീവ്. അതെല്ലാ എലമെൻറ്റും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് അത് ട്രാൻസിറ്റീവ്. അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ട്രാൻസിറ്റീവ്. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അപ്പം ഇത് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും 1 1 ഈസ്, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയാനാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും. എങ്ങനെ നോക്കിയേ, 1 2 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. 2 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ബട്ട് എന്തില്ല, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന 1 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. 1 1 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. സോ ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. നിങ്ങളുടെ മനസ്സിൽ കുറച്ച് പുകയും കൂടെ ബാക്കിയുണ്ടെങ്കിൽ അതെ ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീരും. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, ആണോ എന്ന് നോക്കാമല്ലോ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 2 3. റിലേഷൻ ആർ ഈസ് ഈക്വൽ ടു 1 1 1 2 2 1. ഇത് ട്രാൻസിറ്റീവ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാവേ. ഇത് നോക്കിക്കോ. 1 1 1-ൽ തുടങ്ങുന്ന വേറെ ഒരെണ്ണം 1. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ചേരുമ്പം കിട്ടുന്നത് 1 2. അത് ആറിലുണ്ടോ? നോക്കിക്കേ, 1 2 ആറിലുണ്ടോ? യെസ്, 1 2 ആറിലുണ്ട്. അടുത്തത് 1 2, അടുത്തത് തുടങ്ങുന്ന എത്ര? 2 1. അത് രണ്ടും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന എത്ര? 1 1. 1 1 ആറിലുണ്ടോ? 1 1 ആറിലുണ്ടോ? തീർച്ചയായും 1 1 ആറിലുണ്ട്. പിന്നെന്താ പ്രശ്നം? ഇത് ട്രാൻസിറ്റീവ് അല്ലേ? സിമ്പിളായിട്ട് പറഞ്ഞൂടെ? 1 1 1 2 ആറിലുണ്ട്, 1 2 2 1 1 1 ആറിലുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒന്ന് തെറ്റി നിങ്ങളത് ട്രാൻസിറ്റീവ് ആണെന്ന് വിചാരിച്ചെങ്കിൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾ വിട്ടുപോയി. നോക്കിയേ, 2 1 1-ൽ തുടങ്ങുന്ന വേറെ എന്തൊക്കെയുണ്ട്? ഇപ്പുറത്ത് 2 എണ്ണമുണ്ട്. 1 1 അത് രണ്ടോട് ചേരുമ്പം എന്ത് കിട്ടും? 2 1 കിട്ടും. 2 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ശരിയാണ്. പക്ഷേ 2 1 അടുത്ത എലമെൻറ്റ് 1 2 1 2. റിസൾട്ടൻ്റ് എലമെൻ്റ് എന്തായിരിക്കും? 2 2. അത് ആറിലുണ്ടോ? അത് ആറിലുണ്ടോ? നോക്കിക്കേ, അത് ആറിലുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. 2 1 2 2 കൂടെ ചേരും. 2 1
2 1ഉം 1 2 കൂടെ ചേരുമ്പോൾ റിസൾട്ടൻ്റ് ആയിട്ട് എലമെൻറ്റ് 2 2 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. എങ്ങനെ എഴുതണം? കഥ പറയാൻ ആർക്കും അറിയാം. എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതണം. നോക്കിക്കേ, 2 1 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് പറഞ്ഞെഴുതിക്കോണം 1 2 ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ബട്ട് എന്തില്ല, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ 2 2 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. നിങ്ങൾ ഈ വീഡിയോയുടെ മുമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അല്ല എന്ന് ഞാൻ പറയാൻ ഓരോ തവണയും ഞാനൊരു കൗണ്ടർ എക്സാമ്പിൾ ഉപയോഗിച്ചു. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, ഇവിടത്തെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് തെറ്റാണ് എന്നുള്ള എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കിയേ, മുമ്പോട്ടുള്ള ഓരോ ചോദ്യങ്ങളിലും നോക്കിയേ, 9 9 ഈസ് നോട്ട് സോ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ്. തെറ്റാണ് എന്ന് ഒരു ഉദാഹരണമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പം തെറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടി നോട്ട് സിമെട്രിക്, കണ്ടോ, നോട്ട് സിമെട്രിക് 5 ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. അപ്പം തെറ്റാണ് എന്ന് കാണിക്കാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്ത് ചെയ്യണം? അത് ഒരു കൗണ്ടർ എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, ഒരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ എനിക്കത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് റിലേഷൻ ഈസ് കോൾഡ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. എന്ന് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എ ബിയും ബി സിയും, എ ബി ബിയിൽ തീരുന്നു, ബിയിൽ തുടങ്ങുന്നു. എ ബിയും ബി സിയും ഒരു റിലേഷനകത്തുണ്ട്, സെറ്റല്ല, ഒരു റിലേഷനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായും എന്തുണ്ടായിരിക്കണം? എ സിയും ആ റിലേഷനകത്തുണ്ടാകണം. ഈ ടൈപ്പ് റിലേഷനെ വിളിക്കുന്നതാണ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. ഇൻ ജനറൽ വി ക്യാൻ റൈറ്റ് ഇഫ് എ ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ആർ and BC is an element of R, then AC is also an element of R. This type of relation is called a transitive relation. Okay, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ ടൈപ്പ് റിലേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വലൻസ് റിലേഷൻ. അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക്കും ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ അതിനെപ്പറ്റിയായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി.